നാഗമടത്ത് തറവാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സങ്കടപ്പെടുന്ന മുത്തശ്ശി ഇതിന്റെ എല്ലാം പരിഹാരത്തിനായി താനൊരു പൂജ തനിച്ചു ചെയ്യുന്നുണ്ടെന്ന് മുത്തശ്ശി പറയുന്നു. അത് മറഞ്ഞു നിന്ന് കേൾക്കുന്ന ദക്ഷിണയുടെ പെരുമാറ്റത്തിൽ രേണുകയ്ക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. മുത്തശ്ശി പൂജ ചെയ്യുന്നിടത്ത് അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ദക്ഷകി, അത് തടയുന്ന ശിവനാഗം. നാഗമടത്ത് തറവാടിന്റെ ഇപ്പോഴത്തെ കുഴപ്പം കണ്ടെത്താൻ അവർ പ്രശ്നം വയ്ക്കുന്നു. ഇനി ഈ കഥയുടെ അവസാന ഭാഗം കാണുക. എന്താ അവൻ കാട്ടിക്കൂട്ടിയത്? സത്യത്തിൽ അവന് ഭ്രാന്ത് പിടിച്ചോ? കയ്യും കാലും കെട്ടി ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. തലയിൽ തളം വെക്കണം, എന്നിട്ട് മുറിയിൽ പൂട്ടിയിടണം. ഉണ്ണേട്ടിനെ ഞാൻ എപ്പോഴും ന്യായീകരിക്കുന്ന ആളാ, പക്ഷെ ഇക്കാര്യത്തിൽ എനിക്കാവില്ല. അങ്ങനെ പറയില്ലേ രേണുവെടുത്തി? പ്രശ്നവിധിയിൽ പറഞ്ഞല്ലോ ആ ദക്ഷയ്ക്ക് പുറത്തു ചാടിയിട്ടുണ്ടെന്ന്. ഉണ്ണിയേട്ടന്റെ ദേഹത്ത് ആ ദക്ഷയ്ക്ക് കയറിയിട്ടുണ്ടാവും. ഉണ്ണിയേട്ടനെ കൊണ്ട് ദക്ഷയ്ക്ക് ചെയ്യിക്കുന്നതായെല്ലാം. ദക്ഷിണ പറഞ്ഞതാ ശരി. അവൻ വിശ്വാസക്കുറവുള്ള ആളാണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യില്ല. നാഗമടത്ത് ഇതിനു മുമ്പും ദേവപ്രശ്നം നടന്നിട്ടുണ്ടല്ലോ. ഇങ്ങനൊന്നും ഉണ്ണി പെരുമാറില്ല. ഇന്ന് ചെയ്തത് മതിയല്ലോ, ധാരാളം. ദക്ഷയ്ക്ക് പുറത്ത് ചാടിയത് പടിയേറ്റ് നടക്കാത്തത് കൊണ്ടാ. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ദക്ഷയ്ക്ക് പുറത്ത് ചാടില്ലായിരുന്നു. എല്ലാവരും അനുവദിക്കുകയാണെങ്കിൽ പൂജാരിണിയാവാൻ ഞാൻ തയ്യാറാ. ഞാനും ഒരുക്കമാ. നാഗമടത്തെയും ഈ നാടിനെയും രക്ഷിക്കാൻ ഞാൻ പൂജാരിണിയാകാം. രണ്ടുപേരും അല്ല അത് തീരുമാനിക്കേണ്ടത്. നാഗദേവതകളെ സേവിക്കേണ്ടത് ആരാണെന്ന് ദൈവങ്ങൾ തന്നെ തെരഞ്ഞെടുക്കണം. ദേവപ്രശ്നം അതിനുള്ള ഉത്തരം തരുമായിരുന്നു. പക്ഷേ ആ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് എല്ലാം അലങ്കോലാക്കിയില്ലേ? മുത്തശ്ശി പറഞ്ഞല്ലോ ഇല്ലത്തിനകത്ത് കയറി ദക്ഷയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? കാരണം എന്റെ മനസ്സിൽ തെളിയണില്ല കുട്ടിയെ. ഇതിന്റെ പിന്നിൽ ഏതോ ദുഷ്ടശക്തികളുടെ കളിയുണ്ട്. നല്ല മനസ്സില്ലാത്തവരുടെ ദേഹത്ത് ഏത് ബാധകൾക്ക് എളുപ്പം പ്രവേശിക്കാൻ കഴിയും. ഈശ്വര, അതുകൊണ്ടാ ദക്ഷകയായാലും ഏത് ബാധയായാലും ഉണ്ണേട്ടന്റെ ദേഹത്ത് കയറിയത്. രേണുവെടുത്തി എപ്പോഴും എന്തിനു ഉണ്ണിയേട്ടനെ പഴിക്കുന്നേ? നല്ല മനസ്സില്ലാന്ന് രേണുവെടുത്തിക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ വന്നിട്ട് കുറച്ചു ദിവസം ആയുള്ളെങ്കിലും ഉണ്ണിയേട്ടന്റെ മനസ്സ് ഞാൻ പഠിച്ചു. നല്ല തങ്കം പോലുള്ള മനസ്സാ. അത് സ്വന്തം ആങ്ങളെ ആയതുകൊണ്ടുള്ള കണ്ടെത്തല. രേണുകയെ വേണ്ട. രണ്ടാളും ഉണ്ണിയുടെ പെങ്ങന്മാരാ. പക്ഷപാതപരമായി ആരും പെരുമാറുകയോ സംസാരിക്കുകയോ വേണ്ട. ഈ ഇല്ലത്ത് അങ്ങനൊന്നും പാടില്ല. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരാപത്തും വരാതെ കാത്തുകൊള്ളണേ പരദേവതകളെ എന്ന്. ദേവപ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാകാതിരിക്കണേ എന്നും കൂടി പ്രാർത്ഥിക്കുക. സത്യം പറയുവാണെങ്കിൽ വലിയ ആപത്തുകളുണ്ടാവും. ദക്ഷയ്ക്ക് പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അവളെ തളയ്ക്കുക അസാധ്യം തന്നെ. കുറെ കാലമായി അവള് കൊണ്ടു നടക്കുന്ന കൊടും പക ഈ നാഗമടത്തുകാരോടും നാട്ടുകാരോടും അവള് കാണിക്കും. ദക്ഷയെക്കുറിച്ച് ഒരുപാട് അറിയാമെങ്കിലും എന്തിനാ നാഗമടത്തുകാരോട് ഇത്ര പകയെന്ന് മാത്രം പിടികിട്ടുന്നില്ലല്ലോ മുത്തശ്ശി. ആ കഥകളൊക്കെ ഇവിടുത്തെ എഴുത്തുപുരയിലെ താളിയോല കെട്ടുകളിലുണ്ട്. ഒരിക്കലും നിങ്ങള് അതൊന്നും അറിയണ്ട. എന്റെ നാഗത്താമാരെ ദക്ഷകയിൽ നിന്നും രക്ഷിക്കണേ. മുത്തശ്ശിയോട് സ്വപ്ന ദർശനം മറച്ചു വെച്ചതിന്റെ വിഷമം എന്റെ കുട്ടിയെ തളർത്തിയല്ലേ? തെറ്റാ ഞാൻ ചെയ്തത് മുത്തശ്ശി, മാപ്പാക്കണം. നാഗമടത്തെ പൂജാരിണിയാവാൻ സ്വപ്ന ദർശനം കിട്ടിയതും മറച്ചു വെച്ചത് അചന്തിവമായ തെറ്റ് തന്നെ. പക്ഷേ നിന്റെ പ്രായം, പക്വതയില്ലായ്മ, പരമ്പരാഗതമായ ആചാരങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതൊക്കെ കൂടി നിന്നെ സമ്മർദ്ദത്തിലാക്കി. ഈ പ്രായത്തിൽ ഏതൊരു പെൺകുട്ടിക്കും ഒരാളോട് ഇഷ്ടമൊക്കെ തോന്നാം. ആത്മാർത്ഥമായി ഇഷ്ടാവുമ്പോ ആ ആളെ മറക്കാനും പറ്റാത്ത അവസ്ഥ വരും. പിന്നെ നിന്റെ ഉണ്ണിയേട്ടൻ
ഒരുപാട് നിർബന്ധിച്ചപ്പോ ഉണ്ണിയേട്ടനെ ധിക്കരിക്കാനും കഴിയാതെ വന്നു. എല്ലാ നാഗദൈവങ്ങൾക്കും മനസ്സിലാവും, അവര് പുറത്തോളും. നിന്റെ മോളുടെ എല്ലാ തെറ്റുകളും നാഗദൈവങ്ങൾ പുറത്തോളും. ഞാൻ ഉപാസിക്കുന്ന മൂർത്തികളല്ലേ, നാഗമടത്തെ സന്തതിയോട് പ്രതികാര മനസ്സോടെ ഒന്നും ചെയ്യില്ല. ഇനി നിങ്ങളിൽ ഒരാളായിരിക്കും പടിയേറ്റിന് പൂജാരിണിയായി തെരഞ്ഞെടുക്കപ്പെടുക. അതാര് വേണമെന്ന് ദേവപ്രശ്നം തെളിയിക്കട്ടെ. ഞാൻ സ്വപ്നം കണ്ടത് മറച്ചുവെച്ചതിന്റെ ഭാഗമാവില്ലേ കല്യാണിയുടെ മരണം? ഒന്നും ഇപ്പൊ പറയാറായിട്ടില്ലോ കുട്ടിയെ. ഞാൻ പറഞ്ഞൂല്ലോ, നിന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റിനെ നാഗദേവതകൾ മാപ്പാക്കും. നാഗമഠത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് നാഗമഠത്തെ പൂജാരിണിയാവാൻ ഞാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു മുത്തശ്ശി. എന്റെ ശിവനാഗമേ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഞാൻ മറന്നു. ഇനി പുതിയൊരു ജീവിതം. നാഗദേവതകൾക്ക് വേണ്ടി ജീവിക്കാൻ സമ്മതമാ. 1000 വട്ടം സമ്മതം. അങ്ങനെ തന്നെ വേണം കുട്ടി. നാഗമടത്തമ്മയാവുക എന്നത് സുഹൃതം ചെയ്യുന്നവർക്ക് മാത്രം കഴിയുന്ന കാര്യമാ. നമ്മള് പൂജാരിണിയാകുന്നതോടെ തറവാടിന് മാത്രമല്ല, ഒരു ദേശത്തിനു കൂടി നമ്മൾ ആത്മബലി നൽകുകയാണ്. അവരുടെയെല്ലാം ബഹുമതിക്ക് നമ്മൾ അർഹയാകും. നാഗമടത്തമ്മയ്ക്ക് ദേശക്കാർ നൽകുന്ന ആദരവ് അതിനോളൊന്നും വരില്ല കുട്ടിയെ, മറ്റെന്തു ഭൗതിക നേട്ടവും. എന്റെ ദേവി, നടക്കട്ടെ. ധർമ്മദൈവങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ. കുട്ടി വിഷമിക്കാണ്ടിരിക്കുക, എല്ലാം മംഗളകരമായി നടക്കും. ഉണ്ണിയേട്ടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്കറിയില്ല. ഈ ഉണ്ണിയേട്ടന്റെ കാര്യം പറഞ്ഞ കഷ്ട. ബ്രാഹ്മണനാണത്രേ, എന്നിട്ട് ഒരു കുന്തം അറിയില്ല. അറിയാത്തതുകൊണ്ടാ എല്ലാവരും ഉണ്ണിയേട്ടനെ കുറ്റപ്പെടുത്തുന്നതും ദക്ഷയ്ക്ക് ഉണ്ണിയേട്ടന്റെ മേല് കയറിയെന്നൊക്കെ പറഞ്ഞു പരത്തുന്നതും. ഞാൻ മുമ്പേ പറഞ്ഞു, എന്റെ ദേഹത്തൊരു ബാധം കയറിയിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തു. അത് ബാധ കയറിയതാന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഞാൻ ഈ ഇല്ലത്തെ ഗ്രന്ഥപുരം മുഴുവൻ തെരഞ്ഞു പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴല്ലേ അറിയുന്നത് ഇന്ന് ദക്ഷകിയുടെ ദിവസാന്ന്. 100 വർഷത്തിൽ ഒരിക്കൽ നാഗപഞ്ചമിക്ക് 21 ദിവസം ബാക്കി നിൽക്കുന്ന വെള്ളിയാഴ്ച ദക്ഷകി ഏറ്റവും ഉഗ്രഭാവത്തിലെത്തും. അന്നവൾക്ക് വേണമെങ്കിൽ നിലവറയ്ക്കകത്തും പൂജാമുറിയിലും വരെ കയറാമെന്നാ കുറിച്ചു വെച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട് ട്ടോ. ഇന്നത്തെ ദിവസം നാഗമടത്തമ്മയെ വരെ നിഗ്രഹിക്കാൻ ദക്ഷകിക്ക് കഴിയൂ അത്രേ. ഒന്നും മിണ്ടാതിരിക്കുക, ഓരോ വട്ടം പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞോണ്ട് നടക്കുന്നതല്ല ഉണ്ണിയേട്ടാ, എഴുതി വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞത്. എന്നാ അങ്ങനെ നടക്കട്ടെ. ദക്ഷയ്ക്ക് വരട്ടെ, പൂജാരിനെ കൊല്ലട്ടെ. അയ്യോ, ഈ ഉണ്ണിയേട്ടൻ എന്താ ഈ പറയുന്നേ? മുത്തശ്ശിയെ കൊല്ലട്ടെന്നോ? നാവദോഷം പറയാതെ. ഏത് നേരം ദക്ഷയ്ക്ക്. നിനക്കെന്താ ഈ ദക്ഷയോട് ഇത്ര പ്രിയം? അത് ശരി, ഇപ്പൊ എന്റെ കുറ്റായി. നാഗമഠത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ദക്ഷകിയെ നാഗമഠത്തെ സന്തതികൾ ഓർക്കുന്നത് തെറ്റാണോ? അവള് വല്ല ഉപദ്രവം ഉണ്ടാക്കുമെന്ന് ആവലാതിയാ ഓർക്കാൻ തന്നെ കാരണം. ഇന്ന് അവൾക്കിവിടെ കയറാനും മരണം വരെ വിതയ്ക്കാനും കഴിയൂന്നറിഞ്ഞ് പേടിച്ചിരിക്കുക ഞാൻ. ഇവിടെ എല്ലാവർക്കും തലയ്ക്ക് ഓള. ഇപ്പോ നിനക്കും തുടങ്ങിയ ഒരു ദക്ഷകയില്ല, കുന്തമില്ല. അതൊക്കെ വെറും പൊളിക്കഥകളാ. പൊളിക്കഥകൾ തന്നെയാകട്ടെ എന്നാ എന്റെയും പ്രാർത്ഥന. എന്തായാലും ഞാനിന്ന് നേരത്തെ കയറി കിടക്കും. ഉണ്ണിയേട്ടന് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കണ്ട. എന്റെ നാഗദേവതകളെ, എനിക്ക് വെളിപാട് തരൂ. മുത്തശ്ശൻകാവിലെ ബന്ധനത്തിൽ നിന്നും ദക്ഷകി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന്. രക്ഷപ്പെട്ട ദക്ഷകിപ്പോ
എവിടെയാണെന്ന് ഒന്ന് വെളിപ്പെടുത്തിത്താ. കുട്ടി, സത്യത്തിൽ നീ ആരാ? പറ, നീ ആരാ? സത്യം പറയാൻ. എന്താ ഇത്ര ചിരിക്കാൻ? നീ ആരാ? ഞാൻ തന്നെയാണ് മുത്തച്ഛൻ കാവിലെ നാഗപ്പുറ്റിൽ ബന്ധിക്കപ്പെട്ട ദക്ഷകി. നീയാണോ ദക്ഷകി? നിന്നെയാണോ ഞാൻ സ്നേഹിച്ചത്? അതെ, അയ്യോ, നാഗമടത്തമ്മയുടെ മുൻപിൽ നിൽക്കുന്ന ഞാനാണ് ദക്ഷകി. അയ്യോ, നാഗമടം തറവാട് മുച്ചൂടും മുടിക്കാൻ വന്നവൾ. നാഗമടത്തെ മുഴുവൻ അംഗങ്ങളെയും കൊന്നു നശിപ്പിക്കാൻ വന്നവൾ. ഇല്ല, നിനക്കതിന് കഴിയില്ല. പരദേവതകൾ കാവൽ നിൽക്കുന്ന ഈ തറവാട്ടിൽ നിനക്കൊന്നിനും കഴിയില്ല. പുറത്തു പോ. ഇല്ല, പോകില്ല. ഞാൻ പോകുന്നത് നിന്നെ കൊന്നിട്ടായിരിക്കും. നാഗദൈവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ വേണ്ട നിന്റെ പരാക്രമം. ഞാനാണ് പറയുന്നത് പോകില്ല എന്ന്. എന്ത് നാഗചൈതന്യം! ഇത്രയും ദിവസം ഈ നാഗചൈതന്യം ഉണ്ടായിരുന്നിടത്ത് തന്നെയല്ലേ ദക്ഷക ജീവിച്ചത്, നാശങ്ങൾ വിതറിയത്, കല്യാണിയെ കൊന്നത്. അത് ശരി, നീയാണല്ലേ എന്റെ കുട്ടിയെ കൊന്നത്. ഞാൻ തന്നെയാണ് കൊന്നത്. ഇനിയും കൊല്ലും പലരെയും. പക്ഷേ ആദ്യം നാഗമടത്തെ അമ്മയായ നിന്നെ തന്നെ കൊല്ലും. വേണ്ട, വേണ്ട, ഈ നിലവറിൽ നിന്റെ പരാക്രമം വേണ്ട. അതിന് മുതിർന്നാൽ നീ വിവരം അറിയും. ഇന്നെനിക്ക് ഈ തറവാട്ടിൽ എവിടെയും കയറാം, എന്തും ചെയ്യാം. അയ്യോ, 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 അയ്യോ. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. വരും. ഈ നാഗമടത്ത് തറവാട്ടിൽ വെച്ച് നിന്നെ കൊന്നാലേ ദക്ഷകിക്ക് സന്തോഷമാവും. അയ്യോ, വേണ്ട, അരുത്, അരുത്. നാഗപടുത്തമ്മയെ കൊല്ലാനോ? അത് നിന്റെ ആഗ്രഹം മാത്രമാ. നാഗപടുത്തമ്മയെ തൊടാൻ പോലും നിനക്ക് കഴിയില്ല. കഴിയും. കുഞ്ഞിക്കുട്ടി മരിക്കാൻ തയ്യാറായിക്കൊള്ളുമേ. എന്റെ പരദേവതകളെ, ഞാൻ എന്തായി കാണുന്നത് കേൾക്കുന്നതും. ഇത് അരുത്, വേണ്ട, അടുത്ത് വരരുത്. വരും, വേണ്ട, കൊല്ലും, കൊന്ന് കൊല വിളിക്കും. തൊടരുത്, നാഗപടുത്തമ്മയെ തൊടരുത്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇല്ല, ഒരാൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. കൊല്ലും ഞാൻ. ഈ ഒരു നിമിഷത്തിന് ഞാൻ വർഷങ്ങളോളം കാത്തിരുന്നത്. വേണ്ട.
നാഗമഠത്തെ പൂജാരിണിയെ ചതിയിൽ കൊന്ന നിനക്ക് വലിയ ആപത്താണ് വരാനിരിക്കുന്നത്. നാഗമഠത്തെ പൂജാരിണികൾ ഉണ്ടാവും. നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന പാരമ്പര്യം തുടരുക തന്നെ ചെയ്യും. ദക്ഷകി ഉപദേശിക്കണ്ട. നാഗമഠത്തെ പൂജാരിണിയെ കൊല്ലുമെന്ന് ശപഥമെടുത്തവളായി ദക്ഷകി. വർഷങ്ങളായി ഞാൻ കൊണ്ടു നടന്ന കൊടും പക. നാഗമഠത്തെ അവശേഷിക്കുന്ന സന്തതി പരമ്പരകളെ ഞാൻ ഇല്ലാതാക്കും. അതിന് ദക്ഷകിക്ക് ഇനി അധിക സമയം വേണ്ട. ഇനിയും പല രൂപങ്ങൾ കൈക്കൊള്ളും ഞാൻ. ചതിയിൽ തന്നെ കൊല്ലും എല്ലാത്തിനെയും. വർഷങ്ങൾക്ക് മുൻപ് നാഗമഠത്തുകാർ ചതിയിലൂടെ തന്നെയാ എന്റെ പരമ്പരകളെ ചുറ്റും നശിപ്പിച്ചത്. പറക്കുമുറ്റാത്ത കുഞ്ഞുങ്ങളെ പോലും രാജാവിനെ കൊണ്ട് അഗ്നിക്കിരയാക്കി. ദക്ഷകിയുടെ വാസസ്ഥലം പോലും കത്തിച്ച് ചാമ്പലാക്കി. പ്രാണന് വേണ്ടി യാചിച്ച എന്റെ ബന്ധനക്രിയ കൊണ്ട് ഉന്മൂലനം ചെയ്തു. കത്തിച്ചാമ്പലായ ചാരത്തിൽ നിന്നും ദക്ഷക ഉയർത്തെഴുന്നേറ്റത് പ്രതികാരം ചെയ്യാനാ. അത് നിർവഹിച്ചു ഞാൻ. അത് നിറവേറ്റി. ദക്ഷകി, മതിമറന്ന് അട്ടഹസിക്കണ്ട. നീ നിഗ്രഹിച്ചിരിക്കുന്നത് നാഗദേവതകളെ ഉപാസിക്കുന്ന നാഗമഠത്തെ പൂജാരിണിയെയോ? നിനക്കിനി ഒരു മാർഗമേ ഉള്ളൂ. നീ വസിച്ചിരുന്നിടത്തേക്ക് തിരിച്ചു പോവുക. മുത്തച്ചൻകാവിലെ നാഗപ്പുറ്റിലേക്ക് തിരിച്ചു കയറുക. അല്ലാത്ത പക്ഷം ഇനി ഒരിക്കലും ഒരു രൂപവും കൈക്കൊള്ളുവാനാവാത്ത വിധം നീ ഇല്ലാതാകും. തിരിച്ചു പോ. പോകാം, പോകാം, ഞാൻ തിരിച്ചു പോകാം. ഉണ്ണിയേട്ടാ, എന്തോ ഒരു വല്ലായ്മ പോലെ. ഇനി അധികം ദിവസമില്ല എനിക്ക് പോവാൻ. 2-3 വർഷം കഴിയാതെ തിരിച്ചു വരുന്നില്ല. എല്ലാവർക്കും അതിശയമാ ഉണ്ണിയേട്ടൻ ജോലി സ്വീകരിച്ച് UK പുറപ്പെടാന്ന് അറിഞ്ഞപ്പോ. ഒരു കണക്കിന് നന്നായി എല്ലാവരും പല വഴിക്ക് പിരിയുന്നതില്. നമ്മള് നിശ്ചയിക്കുന്നത് പോലൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുക. എന്റെ വിധി ഞാൻ തെരഞ്ഞെടുത്തതാ. ഓരോരുത്തരും അവരുടെ വിധിയെ സ്വീകരിക്കുന്നു. ഞാൻ എന്റെ വഴി തിരഞ്ഞെടുത്തതിന് മുഖ്യ കാരണക്കാരി നീയാ. നിന്നെ ഇങ്ങനെ കാണാനായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ആഗ്രഹിച്ച വഴിക്ക് നീ പോയില്ല. ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിയേട്ടാ, വിധിയാണെന്ന്. ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോ സൃഷ്ടികർത്താവിന് വ്യക്തമായ കർമ്മപരിപാടി ഉണ്ടായിരിക്കും. കടുകിട മാറ്റമുണ്ടാവില്ല ഈശ്വരന്. നീ ഇപ്പോഴും കർമ്മബന്ധങ്ങൾ പറഞ്ഞ് സമയം കളയാണോ? വേണ്ട ഉണ്ണിയേട്ടാ, ഇനിയും ആചാരങ്ങളെ വെല്ലുവിളിക്കല്ലേ. ഉണ്ണിയേട്ടൻ നല്ലൊരു കാര്യത്തിന് പോവല്ലേ. പോവുന്നിടത്ത് നമ്മുടെ ധർമ്മദൈവങ്ങൾ കാത്തുകൊള്ളും.
എനിക്ക് മാറാൻ കഴിയില്ല. ഉണ്ണിക്കെന്നും ഒരു ഫിലോസഫി ഉണ്ടായിട്ടുള്ളൂ. അത് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിപ്പോ വിദേശത്ത് പോകുന്നത് നിന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ഈ ഇല്ലത്ത് കഴിയാൻ പറ്റാത്തോണ്ടാ. ഇതൊക്കെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരും, സങ്കടവും. അതുകൊണ്ടാ. അരുത്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ തിരഞ്ഞെടുത്ത വഴി ഈശ്വരന്റെ വഴിയാണ്. നാഗദൈവങ്ങളെ പൂജിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ശരിയാ. ഞാൻ ഇനി ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നീ ആരാധിക്കുന്ന നാഗദൈവങ്ങൾ നിന്നെ കാത്തുരക്ഷിക്കട്ടെ. ഉണ്ണിയേട്ടനെ നാഗദൈവങ്ങൾ കാത്തുരക്ഷിക്കും. എന്റെ ധർമ്മദൈവങ്ങളെ, നാഗപരമ്പര ദൈവങ്ങളെ, ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്റെ പ്രവൃത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്, മാപ്പ്, മാപ്പ്.